നമസ്കാരം. ആൾ ഐസ് ഓൺ റാഫ. എല്ലാ കണ്ണുകളും റാഫയിലേക്ക്. കഴിഞ്ഞ 2 ദിവസമായി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണിത്. റാഫയിലേക്ക് പതിച്ച കണ്ണുകൾ കാണാതെ പോയ ചില കാഴ്ചകളുണ്ട് കേട്ടോ. ഇസ്രായേൽ ഇപ്പോൾ അതിന് മറുപടിയുമായി എത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ പൈശാചിക ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാട്ട് യുവർ ഐസ് ഫെയിൽ ടു സീ എന്ന ചിത്രം, നിർമ്മിത ഗാസ ചിത്രം ആൾ ഐസ് ഓഫ് റാസ അല്ലെങ്കിൽ റാഫ എന്ന് പറയപ്പെടുന്ന തലക്കെട്ടോടുകൂടി വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ റാഫയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലെ 40 പേർ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ക്യാമ്പയിൻ തന്നെ വന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നവരായിരുന്നു ആൾ ഐസ് ഓൺ റാഫ ക്യാമ്പയിനുമായി ചുക്കാൻ പിടിച്ചത്. എന്നാൽ ഇതിന് മറുപടി ക്യാമ്പയിനുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ നൂറുകണക്കിന് ഹമാസ് ഭീകരർ ഇസ്രായേലി സ്ത്രീകളെയും പെൺകുട്ടികളെയും യുവാക്കളെയും വയോധികരെയുമെല്ലാം അതിക്രൂരമായി പീഡിപ്പിക്കുകയും ബന്ദികളാക്കി പാലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പൈശാചികമായ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു. ജനമത് കണ്ടു. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മറുപടി ക്യാമ്പയിൻ തുടങ്ങിയത് എന്നുള്ളതാണ്. എല്ലാത്തിനും തുടക്കമിട്ട ഒക്ടോബർ 7 ദിവസത്തെ വാട്ട് യുവർ ഐസ് ഫെയിൽ ടു സീ, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാതെ പോയത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇസ്രായേലിൻ്റെ പുതിയ ക്യാമ്പയിൻ എന്ന് പറയപ്പെടുന്നത്. വാട്ട് യുവർ ഐസ് ഫെയിൽ ടു സീ. 125 ഇസ്രായേലികളുടെ കണ്ണീർ നിങ്ങൾ കണ്ടില്ല. സ്ത്രീകളുടെ, കുട്ടികളുടെ, വയോധികരുടെ, ഗാസയുടെ ടണലുകൾക്കുള്ളിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയവരുണ്ട്. അവരുടെ കരച്ചിൽ നിങ്ങൾ കണ്ടില്ല. അങ്ങനെയാണ് ഈ സംഘർഷം ആരംഭിച്ചത്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് മുഴുവൻ വാർത്തയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന്. ബന്ദികളാക്കപ്പെട്ട ഓരോ ഇസ്രായേലിലും തിരിച്ചു വരുന്നതുവരെ ഇസ്രായേലിന് വിശ്രമമില്ല എന്നും ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി അത് എക്സിൽ കുറിച്ചു വെക്കുന്നതും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം റാഫയിൽ നടന്ന സ്ഫോടനത്തിൽ ഹമാസ് ഭീകരർ കൂടാതെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതാണ് ഓൾ ഐസ് ഓൺ റാഫ ക്യാമ്പയിന് കാരണമായത്. എന്നാൽ തങ്ങൾ നടത്തിയത് താരതമ്യേന കാഠിന്യം കുറഞ്ഞ ബോംബ് സ്ഫോടനമാണ് എന്നും ഇത്രയുമധികം ആളുകളെ ബാധിക്കുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത ആക്രമണമല്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. 2 ഹമാസ് ഭീകരരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം പോലും. എന്നാൽ ബോംബ് പതിച്ച സ്ഥലത്ത് ഹമാസ് ഭീകരർ ശേഖരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇത് പൊട്ടിത്തെറിച്ചതോടെയാണ് സ്ഫോടനത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ശക്തി വർദ്ധിച്ചത് എന്നും ഇസ്രായേലി സൈന്യമായിട്ടുള്ള IDF പ്രതികരിക്കുന്നുണ്ട്. ആരൊക്കെ പ്രതികരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധവും അതിനിടയിലെ ഹമാസിൻ്റെ തേരോട്ടവുമൊക്കെ നടക്കട്ടെ. യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ പരസ്പരം മിലിറ്ററികൾ തമ്മിൽ യുദ്ധം ചെയ്ത് അവസാനിപ്പിക്കും. ഒരു യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല. പക്ഷേ യുദ്ധമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പരസ്പരം നിങ്ങളുടെ മിലിറ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾ അതിനെ നേരിട്ടുകൊള്ളൂ. നിങ്ങൾ പട്ടാളത്തെ ഉപയോഗിച്ച് അതിനെ തകർക്കാൻ ശ്രമിക്കൂ. പരസ്പരം വെട്ടിമരിക്കൂ. അവിടെ പലസ്തീൻ്റെ ആയാലും ഇസ്രായേലിൻ്റെ ആയാലും കുട്ടികൾ എന്ത് പിഴച്ചു, സ്ത്രീകൾ എന്ത് പിഴച്ചു, വയോധികരെന്ത് പിഴച്ചു, യുവാക്കൾ എന്ത് പിഴച്ചു. ഇവരോട് ചെയ്യുന്നത് അനീതിയാണ്. ആൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതിന് പകരം ആ ക്യാമ്പയിന് പകരം ഈ കുട്ടികളുടെയും വയോധികരുടെയും യുവാക്കളുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വേദനയും കണ്ണുനീരും കാണുവാൻ ശ്രമിക്കൂ. അങ്ങനെ എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്കും പാലസ്തീനിലേക്കും തിരിക്കൂ. ആ യുദ്ധത്തിലേക്ക്, അവിടെ നടക്കുന്ന സങ്കീർണമായിട്ടുള്ള അവരുടെ വേദനകളിലേക്ക്, ദുരന്തങ്ങളിലേക്ക്. ആ ദുരന്ത കാഴ്ചകൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കും.